ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ, സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നൊരു ദിവസമായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാൻ വിചാരിച്ചതാട്ടോ. പിന്നെ ഹയാൻക്ക് തന്നെ ഞാനോട് അമൃതപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹയക്കും നീക്കും ആട്ടോ മാഗി, പിന്നെ എനിക്കും. അപ്പോൾ ഇതാ മക്കൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഹയാനാണെങ്കിൽ മാറുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാട്ടോ മാഗി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര എരിവാണ് ഈ മാഗിക്ക്. അതുകൊണ്ട് തന്നെ അധികം എനിക്ക് കൊടുക്കലും ഇല്ല. പക്ഷേ ആൾക്കാണ് തീരെ എരിവ് പറ്റില്ല. അപ്പോൾ ഈ മാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ആളിങ്ങനെ വായറക്കും കേട്ടോ. അപ്പോൾ 1-2 ടീസ്പൂൺ കഴിച്ചിട്ട് ഒരൊറ്റ കരച്ചിലാണ് എരിഞ്ഞിട്ട്. അപ്പോൾ അധികം കൊടുക്കലില്ല. പിന്നെ ഈ കരച്ചിൽ മാറ്റാനും പാടാണ്, കുറേ ടൈം എടുക്കും ആൾ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ എരിഞ്ഞിട്ട്. അപ്പോൾ അവന് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ആളുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ ഇപ്പോൾ ഹായക്കുട്ടി നീക്കുട്ടി സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അവരെക്കാൾ ബിസിയാണ് ഇപ്പോൾ ഞാൻ. കാരണം രാവിലെ അവർ പോകുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഇവരെ പറഞ്ഞു വിടുന്ന സമയം വരെ നല്ല തിരക്കാണ്. ഇവർ പോയി കഴിഞ്ഞാലും വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഹയാൻ അങ്ങനെ നല്ല ബിസിയാണ്. അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞൊന്ന് ഇരിക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കലും പിന്നെ ഇവരെ പഠിപ്പിക്കലും ഒരു ലോഡ് ഹോംവർക്കായിട്ടാണ് വീട്ടിലേക്ക് വരൽ. അപ്പോൾ അത് ഫുള്ള് ചെയ്യണം. ഞാനല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ചെയ്യിപ്പിക്കുമ്പോൾ കുറേ ടൈം എടുക്കും. പിന്നെ ഡിറ്റേഷനോ കാര്യം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം. അങ്ങനെ കുറേ സമയം ഇവരെ കൂടെ തന്നെ സ്പെൻഡ് ആവും. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതും ഞാൻ ഇവരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളത് അങ്ങനെ മൈൻഡിൽ വരില്ല. വല്ലപ്പോഴൊക്കെ എടുത്തിടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ശ്രമിക്കുന്നുണ്ട് ഇവർ പോയാലും ആ ഒരു കിട്ടുന്ന ഗ്യാപ്പിൽ വീഡിയോ എടുത്തിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാനിതാ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ ഇവർക്ക് ഡിറ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ പഠിപ്പിക്കാനുള്ളത് ഇന്നേ തുടങ്ങണം. എന്നാലേ അവർക്ക് 2 ഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീയക്കുട്ടിക്ക് ഇയാൾക്ക് കുറച്ച് തിരിഞ്ഞാളി കൂടുതലാണ്. കാരണം ഞാൻ ഇരുന്നാലേ പഠിക്കുള്ളൂ, അല്ലാതെ ഒന്നും ഓൾ പഠിക്കില്ല കേട്ടോ. പക്ഷേ ആയക്കുട്ടി അങ്ങനെയല്ല, ഞാൻ ഇരുന്നിട്ടില്ലെങ്കിലും ഓൾക്ക് വേണ്ടത് ഓൾ പഠിക്കും. എന്നോട് വന്ന് ചോദിച്ച് ഓൾ പഠിക്കും കേട്ടോ. പക്ഷേ ഇവളങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇവളെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കണം. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കത് പെട്ടെന്നൊന്നും മറന്നു പോകില്ല. പക്ഷേ ഇയാൾക്ക് അത് പഠിക്കുമ്പം മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് മറന്നു പോട്ടോ. പിന്നെ 2 ചീത്തയും 2 അടിയൊക്കെ കിട്ടി കഴിയുമ്പോൾ താനേ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെയായിട്ട് ഇപ്പം തന്നെ അതാ ഞാൻ പഠിപ്പിച്ച് കൊടുത്തതാണ് 1 കഴിഞ്ഞിട്ട് 2 എഴുതാൻ, അത് മറന്ന്. അത് കഴിഞ്ഞിട്ട് 3 ആണ് എഴുതിയത്. അങ്ങനെയാണ് ആളുടെ സ്ഥിതി കേട്ടോ. പക്ഷേ ഇത് മറ്റേ ആൾ കുറച്ച് കുഴപ്പം കളിയാണെങ്കിലും പഠിച്ചാൽ അത് മൈൻഡിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഇവർ തമ്മിലൊരു ഡിഫറൻസ്. അങ്ങനെ 2 പേര് ഇവിടെ ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. നീ 3 എഴുത്. അടുത്തത് എന്താ? 3 കഴിഞ്ഞാൽ എന്താ? കാണിച്ചു തരാം. വെരി ഗുഡ്. 1 2 3 4. അനി നീ എഴുത്. നീയൊക്കെ അറിയോ? എന്നാ നീ ഒന്ന് എഴുത്. ക്യാപിറ്റൽ ലെറ്റർ ABC ഒന്ന് എഴുത്. ക്യാപിറ്റൽ ലെറ്റർ A, ക്യാപിറ്റൽ ലെറ്റർ. ഇനി അത് അടുത്തത് എന്താ? A കഴിഞ്ഞാൽ എന്താ? ഇനി എന്താ അടുത്തത്? എന്താ ക്യാപിറ്റൽ ലെറ്റർ? C എഴുതുമ്പോൾ സ്ലൈറ്റ് ഒക്കെ തിരിച്ചു പിടിക്കണം. വെരി ഗുഡ്. സാധനം എഴുത്. കണ്ണാടി പോലുള്ള സാധനം എഴുത്. ഇതെന്താണ്? കണ്ണാടി പോലുള്ള സാധന. നീക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾക്ക് അത് മൈൻഡിൽ നിൽക്കണമെങ്കിൽ ഓൾ അത് എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യട്ടോ. എന്നാലും ആ ഒരു സ്പെല്ലിംഗ് ഒക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓളെന്നെ ഇപ്പോൾ പറഞ്ഞതാട്ടോ, B എഴുതുമ്പോൾ കണ്ണാടി പോലെയുള്ള സാധനം, നമ്മളെ കന്നഡ അല്ലേ ആ ഒരു സംഭവം പോലെ ഉണ്ടാവില്ലേ B എഴുതി കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കുമ്പോൾ. അപ്പോൾ ഓൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ ഓൾക്ക് മനസ്സിലാവും അത് B ആണെന്നുള്ളത്. അപ്പോൾ എഴുതും. അങ്ങനെയാണ് ഓളെ മൈൻഡിൽ അത് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ അയക്ക് അങ്ങനെ ഒന്നുമില്ല. അയക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഇവളിങ്ങനെ ഓരോ കോഡ് വെച്ചിട്ടാട്ടോ പഠിക്കുക. അപ്പോൾ അവരവിടെ പഠിക്കാനിരുത്തിയിട്ട് എനിക്ക് കിച്ചണിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കാണ്ട്. അപ്പോൾ തലേന്ന് വാങ്ങിച്ച മീനാണ്, അത് ഒന്ന് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം അരി കഴുകുന്നുണ്ട്. അരി കഴുകിയിട്ട് അരിയും വെള്ളം കൂടെ ഞാൻ ഒപ്പരായിട്ട് വെക്കുക. അല്ലാതെ വെള്ളം തിളച്ചിട്ടല്ല ഞാൻ അരി ഇടൽ, 2 കൂടി ഒപ്പര അങ്ങ് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്യലുള്ളത്. അപ്പോൾ അത് വേഗം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ വെക്കുന്ന മീൻ കറീൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നു കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഒരു ഭാഗത്തേക്ക് ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ തോന്നുന്നത് വെക്കുന്നത്. വീട്ടിൽ നോർമലായിട്ട് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ.
പക്ഷേ പല സ്ഥലങ്ങളിലേക്കും പല രീതിയിലാണ് വെക്കുക. ചില ആൾക്കാർ തക്കാളി ഉള്ളി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ മീൻ കറി വെക്കലുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളിയും അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് ഞെരടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി 1 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് പുളിവെള്ളം. പുളി ഞാൻ നല്ലപോലെ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതാട്ടോ വെള്ളത്തിൽ. എന്നിട്ട് അതും കൂടി 2 പ്രാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യ പ്രാവശ്യം ചെയ്തു, രണ്ടാമത് വീണ്ടും കുറച്ചും കൂടി വെള്ളത്തിലാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുളിയും ഉപ്പൊക്കെ പാകമാണോ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള കറിയായിട്ട്. മീൻ മുളകിട്ടതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. കാകൊക്കെ തേങ്ങ അരച്ച് വെക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല. അപ്പം മുളകിട്ടിട്ട് തന്നെയാണ് അധികം വെക്കലുള്ളത്. പിന്നെ കുറച്ച് മീൻ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യലായിട്ട് മസാല റെഡിയാക്കുകയാണെങ്കിൽ ഞാൻ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ചെയ്യാം. മസാല എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും എല്ലാം ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ചെയ്യല. നല്ല ടേസ്റ്റാണ് ആ ഒരു മസാല. പക്ഷേ ഇത് നോർമലായിട്ട് ചെയ്യുന്നതാണ്, നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, കുറച്ച് നല്ല ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ മീനും കൂടി വേഗം മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ മസാല തേച്ച് വെച്ചതിന് ശേഷം കേട്ടോ പെട്ടെന്ന് എൻ്റെ ഗ്യാസ് കഴിഞ്ഞു പോയി. ഞാൻ ചോറ് ഒരുവിധം ആയിട്ടുണ്ട്, പക്ഷേ അപ്പോഴേക്കും ഗ്യാസ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇനിയിപ്പം ആകെ പെട്ട അവസ്ഥയായിട്ട് എൻ്റെ ആണെങ്കിൽ ഒരു സിലിണ്ടറുള്ള എക്സ്ട്രാ സിലിണ്ടർ ഇല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഞാൻ ആക്കി വെച്ച കറി ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേനു, അങ്ങനെ അതും പിന്നെ ഈ ഒരു മീൻ മസാല ആക്കിയതും എല്ലാം കൂടി ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടോ. പിന്നെ കിച്ചണൊക്കെ ചെറുതായിട്ടൊന്ന് വൃത്തിയേടായി കിടക്കായിരുന്നു കേട്ടോ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ 1-2 പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ കഴുകി കിച്ചണൊന്ന് സെറ്റാക്കി ഇട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഗ്യാസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഈ കിച്ചൺ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഗ്യാസ് വീട്ടിലുണ്ടാകുമ്പോഴാണല്ലോ പണികളുണ്ടാവുക, ഓരോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ എൻ്റെ കിച്ചൺ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടും ഇന്ന് നാളെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇക്കാക്കപ്പോൾ വരുമ്പോൾ നമുക്ക് മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ച് പറഞ്ഞു ഗ്യാസ് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആൾ വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് മന്തി പാർസൽ വാങ്ങിച്ചിട്ടാട്ടോ വന്നത്. അങ്ങനെ വൈകുന്നേരമായപ്പം ഉമ്മയും അനിയത്തിയും കൂടി വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ. അയക്കും നീക്കും ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്കൂൾ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കിട്ടി, 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം അതിലേക്ക് ഷൂ വാങ്ങിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞു ഞാൻ വരാം, ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഉമ്മ വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെയും കൂട്ടി പോയാൽ ഇവരെ കറക്റ്റ് സൈസിന് എടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞാനും കൂടെ പോയി. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിന് തൊട്ടടുത്തുള്ള ഷോപ്പിലേക്കാണ് വന്നത്. ഇവിടുന്ന് അയക്കും നീക്കും ഉമ്മ ഷൂ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ വാങ്ങിച്ച് വന്നതിന് ശേഷം ഉമ്മ എന്നിട്ട് പിന്നെ വേഗം വീട്ടിലേക്ക് പോയിട്ടോ. കാരണം ഒരുപാട് നേരം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് ബസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പോയി. ഇത് ആയക്കും നീക്കും ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.